ഇന്ന് നമ്മുടെ വർക്ക്ഷോപ്പിൽ വർക്കിന് വന്ന വണ്ടികൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഇത് 2012 മോഡൽ ബീറ്റ് ഡീസൽ വേരിയൻ്റ് ആണ്. ഇത് ഫുൾ എഞ്ചിൻ വർക്കാണ്. ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ബമ്പർ എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഏറെക്കുറെ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ നേരത്തെ ഇതിൻ്റെ പമ്പ്, ടെർബോ, ഇഞ്ചക്ടർ ഇതെല്ലാം പണിഞ്ഞൊരു വണ്ടിയാണ്. അപ്പോൾ നമ്മളത് എഞ്ചിൻ വർക്കിനാണ് വണ്ടി കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി ഏതാണെന്ന് നോക്കാം. ഇത് 2006 മോഡൽ വാഗണറാണ്. വണ്ടിയുടെ കംപ്ലയിൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ വണ്ടി മിസ്സിംഗ് ആണ്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ എൻ്റെ മൂന്നാമത്തെ സിലിണ്ടർ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നില്ല. എന്താണെന്ന് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ മൂന്നാമത്തെ ഇഞ്ചക്ടറിൽ കറണ്ട് വരുന്നില്ല. അങ്ങനെ നമ്മൾ ലൈനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തായിരുന്നു. അതൊന്നും വേറെ പ്രശ്നമില്ല. ഇതിൻ്റെ ECM കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ECM ഇളക്കണം. അപ്പോൾ അടുത്ത വണ്ടി ഏതാണെന്ന് നോക്കാം. ഇത് 2011 മോഡൽ ഫോർഡ് ഫിഗോ ഡീസൽ വേരിയൻ്റ് ആണ്. ഇതൊരു ബ്രേക്ക് ഡൗണായി റിക്കവറിയിൽ കൊണ്ടുവന്നൊരു വണ്ടിയാണ്. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇതിൻ്റെ ECM കംപ്ലയിൻ്റ് ആണ്. ECM വരുന്നത് ഫ്രണ്ട് ബാറ്ററിയുടെ സൈഡിലായിട്ടാണ് ECM വരുന്നത്. എൻ്റെ ഹെഡ്ലൈറ്റൊക്കെ ഇളക്കി ECM ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വണ്ടി ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇത് 2002 മോഡൽ സാൻഡ്രോ സ്വിഫ്റ്റാണ്. ഫുൾ എഞ്ചിൻ വർക്ക്, ഫ്രണ്ട് സസ്പെൻഷൻ വർക്ക്, ബാക്ക് സസ്പെൻഷൻ വർക്ക്, ഇതിൽ എന്തൊക്കെ വർക്കുണ്ടോ അതെല്ലാം ചെയ്ത് കൊടുക്കണമെന്നാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മെക്കാനിക് വർക്ക് ഫുള്ള് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് തുടങ്ങേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.